നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അവനവൻ കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോലീസിന്റെ തലയിൽ വെക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതായിപ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിലുള്ള പ്രതികാരമായിട്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന ഡോക്ടർ ഷഹന ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ മെഡിക്കൽ PG വിദ്യാർത്ഥി ഡോക്ടർ EA റുവൈസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ജാമ്യ ഹർജിയിൽ വാദത്തിനിടെയാണ് ഇക്കാര്യം ആരോപിച്ചത്. എന്നാൽ അങ്ങനെ പറയാനാവില്ല എന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റമാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് P ഗോപിനാഥ് പറഞ്ഞു. ഡോക്ടർ EA റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിലുള്ള മനോവിഷമം മൂലമാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ്. സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ടാണ് അറസ്റ്റ് എന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ശരിയല്ലെന്നും PG കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്നും പറഞ്ഞത് ഷഹന സമ്മതിച്ചിരുന്നില്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. റുവൈസിന്റെ വാദം കേട്ടാൽ തോന്നും പോലീസാണ് അവനെ കൊണ്ട് ഷഹനയെ ഇഷ്ടപ്പെടുത്തിയതെന്നും 150 പവനും കാറുമൊക്കെ ആവശ്യപ്പെട്ടതെന്നും. ഇപ്പോൾ റുവൈസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഷഹന എഴുതിയ കത്ത് കള്ളം, ഷഹനയുടെ വീട്ടുകാരുടെ മൊഴി കള്ളം, അങ്ങനെ പോലീസ് മുൻകൂട്ടി പാവം അവനെ പ്രതിയാക്കുകയായിരുന്നുവെന്നാണ് അവന്റെ വാദം. ആദർശങ്ങളെ വാക്കുകളിൽ മാത്രം കാണിച്ച യുവത്വത്തിന്റെ ചുറുചുറുക്കെ നീ പൊട്ടനാണെന്ന് കരുതി ചുറ്റുമുള്ളവർ മുഴുവൻ അങ്ങനെയാണെന്ന് ധരിക്കരുത്. കേസിൽ നിന്നും തലയുരാൻ കണ്ട മാർഗം എന്തായാലും കൊള്ളാം, പക്ഷേ അതിവിടെ കേരളത്തിൽ ഏൽക്കില്ല. ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തതും പോരാഞ്ഞിപ്പോൾ പോലീസിന്റെ നേർക്കും തിരിഞ്ഞിരിക്കുകയാണ്. സാക്ഷികളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുരുങ്ങുമെന്നത് ഉറപ്പാണ്. ഡിസംബർ 5-നായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തത്. അനസ്തേഷ്യ മരുന്ന് കൂടുതലായി കുത്തിവെച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഫിറ്റ്ലാൻഡിലാണ് അബോധാവസ്ഥയിൽ ഷഹനയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ സഹപാഠികൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിന് പിന്നാലെ ഷഹനയുടെ ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. ഒപ്പം മരിച്ചതോടെ സാമ്പത്തികമായി ആരും സഹായിക്കാനില്ലെന്നും പ്രണയവിവാഹത്തിന് സ്ത്രീധനം നൽകാൻ ശേഷിയില്ലെന്നുമാണ് കുറിപ്പിലുണ്ടായിരുന്നത്. 2 വർഷം മുൻപായിരുന്നു ഷഹനയുടെ പിതാവ് അബ്ദുൾ അസീസ് മരണപ്പെട്ടത്. പിതാവ് മരിച്ചതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഷഹനയും സുഹൃത്തുമായുള്ള വിവാഹം പിതാവ് മരിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നു. അന്ന് ഉയർന്ന സ്ത്രീധനമാണ് യുവാവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആവശ്യപ്പെട്ട സ്ത്രീധനം നൽകാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്നാണ് ഉയരുന്ന ആരോപണം. റുവൈസിന്റെ പിതാവ് സ്ത്രീധനത്തിനായി സമ്മർദ്ദം ചെലുത്തിയതായി ഷഹനയുടെ ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. പിതാവിന്റെ നിർബന്ധത്തിന് മകനും വഴങ്ങിയെന്നും മൊഴിയിൽ പറയുന്നു. പ്രതിയായ റുവൈസിനെതിരെ സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകളെല്ലാം ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഷഹനയുടെ ആത്മഹത്യ വാർത്തയായതോടെ റുവൈസിനെ മെഡിക്കൽ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളാണ് സസ്പെൻഡ് ചെയ്തത്. മെഡിക്കൽ PG അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു റുവൈസ്. ഈ സ്ഥാനത്തു നിന്നുമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിടിക്കപ്പെട്ടപ്പോൾ വന്ദനയുടെ പേര് ഇതിലോട്ട് വലിച്ചഴിച്ച് രക്ഷപ്പെടാനുള്ള പദ്ധതിയെങ്കിൽ നടക്കില്ല എന്നുകൂടി റുവൈസിനെ ഓർമ്മപ്പെടുത്തുന്നു.